എന്തൊരു കഷ്ടം. ഒരു ഗ്ലാസ് പാല് പോലും തരില്ലേ വീട്ടിൽ. എന്തോന്ന് വീടാ ഇത്? ദേവു, മഴയാ, അകത്തേക്ക് കയറേ. ഇല്ല, ഞാൻ പറഞ്ഞതൊന്നും ഇവിടെ ആർക്കും അനുസരിക്കാൻ വയ്യല്ലോ. ദേവു, പറഞ്ഞ കേൾക്കുന്നത് നിനക്ക് നല്ലത്. എന്റെ കയ്യിൽ നിനക്ക് പൊട്ടും കേട്ടോ. ആണോ? അമ്മേനെ അടിച്ചോ? വേണ്ടി വന്ന അതും ചെയ്യൂ കേട്ടോടി. അതും ചെയ്യുമത്രേ. എന്നാ അങ്ങ് ചെയ്യേ. ഒരു ഗ്ലാസ് പാലല്ലേ ചോദിച്ചത്? വീടിന്റെ അരേക്കർ സ്ഥലമൊന്നുമല്ലല്ലോ. എന്താ ദേവൻ നീ പിരിവെടുക്കുന്നേ? ഒന്നുമില്ല തമ്പുരാട്ടി. തമ്പുരാട്ടി കുറിച്ച് നല്ലത് പറയായിരുന്നു. ഞാൻ അകത്തേക്ക് വരണമെങ്കിൽ അമ്മ എനിക്ക് ഒരു അര ഗ്ലാസ് പാലെങ്കിലും തരുന്ന് പറയണം. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നാളെ പപ്പയുടെ ബർത്ത്ഡേ ആണെന്ന്. അതിനെന്താ അമ്മേ, പപ്പയുടെ ബർത്ത്ഡേ നമുക്ക് ഉഷാറാക്കാനോ? അമ്മ എനിക്ക് അര ഗ്ലാസ് പാല് തന്നാ പപ്പയുടെ ബർത്ത്ഡേ നമുക്ക് ഉഷാറാക്കി സർപ്രൈസ് ആക്കാം. ഞാൻ തരാം. എന്നെ സഹായിക്കണം പപ്പേനെ സർപ്രൈസ് ആക്കാൻ. അതിപ്പോ അമ്മ പാല് തന്നെ ഞാൻ സഹായിക്കും. തൽക്കാലം പിറ്റേന്ന് കുടിച്ച് കയറാം. ഞാൻ സഹായിക്കാം. അമ്മ എനിക്ക് അര ഗ്ലാസ് പാല് താ. എന്നെ ഇങ്ങോട്ട് വാ, കുടിക്കാം അങ്ങോട്ട്. എടുത്ത് ചൂടാക്കിക്കോ. അര ഗ്ലാസിന് മേലെ ഇടിക്കരുത്. എന്നിട്ട് എന്റെ അടുത്തേക്ക് വാ. കേക്കൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. ദാണ്ടെ വരുന്നേ. പപ്പിക്കുട്ട, നിനക്ക് പാല് കിട്ടിയടാ. വാടാ, പുറത്തേക്ക് വാടാ. ഇങ്ങോട്ട് വാ കൊച്ചുടാ. പാല് വേണ്ടേ? ചേച്ചി ഇപ്പൊ തരാട്ടോ. എന്താ നിനക്ക് പേരിടാ? ടോം. ടോമി, മോളെ ടോമി, കുടിക്കടാ. നല്ല കുട്ടി. ചേച്ചി, നീ ചേച്ചിന്റെ ഇവിടെ. ചേച്ചി ഇല്ലായിരുന്നോ? എന്താണോ? എന്ത് പറ്റി? അല്ല ചേച്ചി, പാറ എവിടെ? പാറ അടുക്കളന്റെ അവിടെ ഉണ്ടായിരുന്നല്ലോ കേക്ക് വേവുന്നിടത്ത്. നീ വേഗം അത് പോയി നോക്ക്. എന്നാ നീ എവിടെ ആയിരുന്നടി? അത് പിന്നെ ഞാൻ മുട്ട വീട്ടിയതപ്പോ അവിടെ ഫുള്ള് പോയി. അപ്പൊ എന്നെ അമ്മ വഴക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ തെറ്റിപ്പോന്നതാ. ഇപ്പൊ എനിക്ക് തെറ്റി പോരണ്ടാന്ന് തോന്നുന്നു. അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്. മുട്ട പൊരിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒരു മുട്ട കിട്ടി അതേ ആയി. അതിനെ കൂട്ടുപിടിക്കാൻ വേണ്ടി പാറുവിനെ അന്വേഷിച്ച് നടന്ന. പാറുവിനെ കാണുന്നില്ല. അതാണ് കുറച്ച്. ഞാനാ? ചേച്ചിയല്ലോ. ചേച്ചിക്ക് പണിയൊന്നുമില്ലല്ലോ. കൊരയില്ല. അതെ, പൊടി അടിച്ചിട്ടാ. നല്ല കൊരയുണ്ടല്ലോ. പക്ഷെ ഇതുവരെ ചേച്ചി കുറച്ചില്ല. അല്ല, പട്ടിക്കുട്ടി കിടക്കുന്ന പോലെ തോന്നിയല്ലോ. നീ ഒന്ന് പൊക്കെ. അവിടെ ഉണ്ടാവും പാറു. ഇവിടെ പട്ടി. അല്ല, ഇതെന്താ ചേച്ചിക്ക് പാലൊക്കെ? ഞാൻ പാൽ ചോദിച്ചിട്ട് അമ്മ തന്നില്ലല്ലോ. ഇതെന്താ ചേച്ചിക്ക് മാത്രം ഇത്ര പ്രത്യേകത? എനിക്ക് പ്രത്യേകതയില്ല. ഇതെന്താന്ന് വെച്ചാല് ഞാൻ അമ്മയുടെ കയ്യും കാലും പിടിച്ചിട്ട് പാല് വാങ്ങിക്കുന്ന. അതിന് പകരം അമ്മേനെ കൂടെ കുറെ ജോലി എടുപ്പിച്ചു. നടന്നു തന്നെ. നീയും പോയി പാല് ചോദിച്ചോക്കെ. പോയി തിരക്കുണ്ടാക്ക്. എന്നിട്ട് പാല് വാങ്ങാൻ. ഞാൻ അമ്മയുടെ ചോദിച്ചോക്കട്ടെ. ഇത് എവിടുത്തെ പരിപാടിയാ? ചേച്ചിക്ക് മാത്രം പാല്. ഇപ്പൊ ശരിയാക്കി തരാം. ഈ ടോമയെ കൊണ്ട് തോറ്റല്ലോ. ഇവ മിണ്ടാണ്ടിരിക്കുന്നില്ലല്ലോ. വീണ്ടും തുടങ്ങി. എന്റെ ദൈവമേ, ഇവരുടെ ശബ്ദം കേട്ട് ഇനി ആർക്ക് വരുന്നാവോ? മിണ്ടാണ്ടിരിക്കടാ പ്ലീസ്. പാൽ അതിന്റെ അകത്തേക്ക് വെച്ചെടുക്കാം. എന്റെ ദൈവമേ, പെട്ടിനെങ്ങാൻ ചാടോ? ചാടിയാ തീർന്ന്. പൊന്നുകുട്ടാ, അതിന് ചാടല്ലേ പ്ലീസ് ബേബി, ഡോണ്ട് ജംപ്. ശബ്ദം ഉണ്ടാക്കില്ലടാ. എന്താ ഇത് ഇങ്ങനെ? ആരെ വന്നോ തോന്നുന്നു. ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അങ്ങോട്ട് പോവാം, അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് എല്ലാവരും കൂടി വരും. പാത്തുവായിരുന്നോ? ദേവ ചേച്ചി, എവിടെ പാറു അനൂക്കെ? അവരുടെ അടുക്കളയിലുണ്ട്. അടി ഉണ്ടാക്കുന്നേ. മുട്ട പൊരിച്ചതിന് അടി തോന്നുന്നു. അനു അങ്ങോട്ട് പോകുന്നേ കണ്ടായിരുന്നു. മുട്ട പൊരിക്കുന്ന സൗണ്ട് കേൾക്കുന്നെന്ന് പറഞ്ഞ്. ഞാനും കാക്കും കൂടി അവിടെ ഈത്തപ്പായത്തിന് തല്ലുണ്ടാക്കിയായിരുന്നു. അകപ്പാട് ലാസ്റ്റുള്ള ഒരു ഈത്തപ്പായായിരുന്നു. അതിന് ഞങ്ങൾ തല്ലുണ്ടാക്കിയായിരുന്നു. ഇവിടെ തല്ലെണ്ണയാണല്ലേ? വെടിയും തല്ലെണ്ണയാണ്. പിന്നല്ലേ പാത്തോ, എനിക്ക് ഞാൻ ഒരു സംഭവം പറഞ്ഞു തരട്ടെ. എനിക്ക് പട്ടിക്കുട്ടികളൊക്കെ ഇഷ്ടല്ലേ? ഇഷ്ടാണയോ? ഞങ്ങളോട് കൊറേ ഉണ്ടല്ലോ. ഇവിടെ അനുവിന് ഇഷ്ടം തോന്നുന്നു. പക്ഷെ പാറുവിന് ഭയങ്കര പേടിയാ. അനുവിന്റെ അടുത്ത് പറഞ്ഞ അനു എന്തായാലും പാറുവിന്റെ അടുത്ത് പറയും. അതുകൊണ്ട് നിന്റെ അടുത്തൊരു സ്വകാര്യം പറയാം. നോക്ക് പാത്തു, എന്റെ കയ്യിൽ ഒരു പപ്പിക്കുട്ടി ഉണ്ട്. ഇവിടെ നടക്കുന്നതാ. കുഞ്ഞു കുട്ടിയാ. എന്നെ ഇതിലൂടെ വന്നപ്പോ അമ്മ ആട്ടുന്നുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടു. അപ്പോ ആ പട്ടിക്കുട്ടി കുറച്ച് അപ്പുറത്തെ പറമ്പിൽ നിന്നപ്പോ ഞാൻ പോയി എടുത്തോണ്ട് വന്നു. എന്നിട്ട് അതെവിടെ? റൂമിലുണ്ട്. പെട്ടിയിലാക്കി വെച്ചിരിക്കുക. സൗണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ വാതിലടിച്ച് വെള്ളം പോകുന്നതാ. ഞാനതിനെ കാണിച്ചു തരാം. നമ്മൾ അങ്ങോട്ട് പോയി ഇവർക്ക് ഡൗട്ട് അടിക്കും. നീ പുറത്തേക്ക് വാ, ഞാൻ പുറത്ത് കൊണ്ടുവന്ന് കാണിച്ചു തരാം. അല്ല ദേവി ചേച്ചി, ആ പട്ടി കടിക്കോ? ചില പട്ടികളൊക്കെ കടിക്കൊന്നും കേട്ടത് ഇല്ല. ഇത് എനക്കുണ്ട്, ചെറിയതാ. എനിക്ക് തോന്നണേ ഏതോ എനക്കുള്ള പട്ടിന്റെ കുട്ടിയാണെന്ന്. അപ്പൊ വൈകിട്ട് വന്നതോ? ഞങ്ങള് പുറത്തേക്ക് വരും. ഞാൻ പുറത്തേക്ക് നിക്കാം. പാല് കൊടുത്തിട്ടുണ്ടേ. എങ്ങനെ? നീനപ്പോ തന്നോ? അതൊക്കെ തന്നു മോളെ. ഒന്നൊന്നര പ്ലാനം കിട്ടും. അപ്പൊ അങ്ങോട്ട് കിട്ടി. അല്ലേ, വെല്ലുമൊന്നും പാലൊന്നും കൊടുക്കാൻ അയക്കൂല. ബാക്കിയുള്ള ചോറും കറിയൊക്കെ കണ്ട് കൊടുക്കും. ഞാൻ പിന്നെ ഇത് കുട്ടിയല്ലെന്ന് കരുതി പുറത്തും നമ്മൾ നോക്കുന്ന കണ്ടാലും ആരൊന്നും വിചാരിക്കില്ല. ചിലപ്പോ നമ്മളെ റോട്ടുമ്പോ കണ്ടിട്ട് നോക്കുന്ന വിചാരിച്ചോളും. എന്തായാലും ഇതിന് ഞാൻ കൂടെ കൂട്ടാൻ പോണ കാര്യം ആർക്കും അറിയില്ല. ചേച്ചി, എനിക്ക് കൂടെ കൊട്ടിക്കും. നല്ല ഇണക്കുണ്ട്. നല്ല കളിയാണ് ആള്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. നല്ല ഇണക്കുള്ള പട്ടിക്കുട്ടി. ഈ എനിക്കൊരു ഉപകാരം ചെയ്യോ? പാറു നാളെ പോവും. അതുവരെ ഈ പട്ടിക്കുട്ടീനെ ഈ കൊണ്ടുപോവോ? അയ്യോ,
അവിടേക്ക് ഇനി പട്ടിക്കുട്ടിയെ ചെന്ന് എന്നെ അടിച്ചു കൊല്ലും. ഇപ്പൊ തന്നെ ഇവിടെ 3 ഞാൻ ഇങ്ങനെ കൊണ്ടുപോവാ. എന്നാ വേണ്ട. ഞാൻ അമ്മേന്റെ അടുത്ത് കാല് പിടിച്ച് പറഞ്ഞു. എന്നിട്ടും അമ്മ എനിക്ക് ഇതിനിവിടെ നിർത്താനുള്ള പെർമിഷൻ തന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അങ്ങോട്ട് കള്ളക്കളി കളിച്ചു. അല്ല ഇതിപ്പോ നീനും പറഞ്ഞ പ്രശ്നാവൂലേ? ഭയങ്കര വലിയ പ്രശ്നാവൂലേ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമാവില്ല. അതൊക്കെ പിടിക്കാതെ ഞാൻ നോക്കിക്കോളാം മക്കളെ. ആരും അനു അറിഞ്ഞില്ലെങ്കിൽ തന്നെ ആരും അറിയില്ല. അവരറിഞ്ഞാലേ നാട്ടുകാരെ മുഴുവൻ അറിയും. അവർ രണ്ടാളും അറിയിക്കാതെ കൊണ്ടുപോകാൻ പറ്റിയാലേ ഇത് അറിയാൻ പോകുന്നില്ല. നല്ല പപ്പയും തോന്നണേ, നല്ല ഇനത്തിലുള്ള പപ്പയും തോന്നണ്ടേ. സാധാരണ നായ്ക്കുട്ടികളെ മാതിരിയൊന്നും അല്ല. ഇതേതോ നല്ലോണം നോക്കണ പെരീത്താന്ന് തോന്നണേ. ഇതിനായിട്ട് നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള പെരീത്ത്. പക്ഷെ ഇത് ചെറിയ കുഞ്ഞല്ലേ, ഇത് ഇണങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. അതല്ലേ എന്റെ അടുത്ത് ഇത് പെട്ടെന്ന് ഇണങ്ങിയത്. അത് ശരിയാ, അത്രയൊന്നും ആയിട്ടാന്ന് തോന്നുന്നു പ്രായം. പക്ഷെ അതിനെ വൃത്തി നോക്കാണെ അതിനെ ആരോ നല്ലോണം നോക്കണ്ട്. അതിന്റെ ഓണർ വന്ന് ഞങ്ങൾ കൊടുക്കേണ്ടി വരും. അതിന് ഓണർക്ക് ഇപ്പൊ എങ്ങനെ അറിയാം ഇത് ഇവിടെ ഉള്ളതാണെന്ന്? വല്ല പൈസക്കാരെ പരിയത്തതുവാണെങ്കിലേ കുട്ടികൾ മൂങ്ങിയാലേ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കും. അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിച്ചിരുന്നോളെ. നീ ഒന്ന് പൊക്കി പാത്തു, എന്നെ പേടിപ്പിക്കാതെ. ചേച്ചി, ചേച്ചി ഇവിടെ നിൽക്കാണോ നിങ്ങൾ രണ്ടുപേരും?